കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ KSEBക്ക് വീഴ്ചയെന്ന് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട്. സർവീസ് വയറിംഗിലും കടയുടെ വയറിംഗിലും ചോർച്ചയുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ KSEBക്ക് പിഴവ് സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസറുടെ പരിശോധനയിൽ സർവീസ് വയറിലെ ചോർച്ച കണ്ടെത്തി. മരിച്ച യുവാവിന്റെ കുടുംബത്തിന് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചു. അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. കടയുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ആദ്യ പരിശോധനയിൽ ചോർച്ച കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. എന്നാൽ പിന്നീട് നടത്തിയ വിശദ പരിശോധനയിൽ കടയുടെ വയറിംഗിലും പിഴവ് കണ്ടെത്തി. യുവാവിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇന്നലെ പുലർച്ചെയാണ് കുറ്റിക്കാട്ടൂർ സ്വദേശിയായ മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിച്ചത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.